Hi my dear students. ഞാനൊരു ഇൻട്രൊഡക്ഷനുമില്ല, നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് പഠിപ്പിച്ചതാണ്. അതിൻ്റെ തിയറി എന്താണെന്നൊക്കെ ഞാൻ പഠിപ്പിച്ചതാണ്. എങ്കിലും പ്രോബ്ലം ചെയ്യാനുള്ള എളുപ്പത്തിന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും അതിനെ വേറൊരു രൂപത്തിൽ കൊണ്ടുവന്നേക്കാണ്. പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് ചെയ്യുക. തിയറി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ എഴുതിയാലും മതി, ഇനി ഇതുപോലെ എഴുതിയാലും കുഴപ്പമില്ല. പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കാം. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു റെസിഡൻറ്റ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് റെസിഡൻ്റ് ആണ്. ഓക്കെ, ടൈപ്സ് ഓഫ് റെസിഡൻറ്റ് ഞാൻ ഇന്നലെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഒന്ന് റെസിഡൻറ്റും മറ്റൊന്നെന്താണ് നോൺ റെസിഡൻറ്റും. അറിയാലോ, റെസിഡൻറ്റും അതേപോലെ തന്നെ എന്താണ് നോൺ റെസിഡൻറ്റും ആണ്. ഇനി ഈ റെസിഡൻറ്റിനെ തന്നെ രണ്ടായിട്ട് തരംതിരിക്കാം. ഓൺ ദ ബേസിസ് ഓഫ് ബേസിക് ആൻഡ് അഡീഷണൽ കണ്ടീഷൻ. ഓക്കെ, റെസിഡൻറ്റിനെ ഓർഡിനറി റെസിഡൻറ്റെന്നും നോട്ട് ഓർഡിനറി റെസിഡൻറ്റെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. ഓക്കെ, ഒരാൾ റെസിഡൻ്റ് ആണോ നോൺ റെസിഡൻ്റ് ആണോ എന്നാണ് നമ്മൾ പ്രോബ്ലത്തിൽ ആദ്യം നോക്കുക. ഇനി റെസിഡൻറ്റിൽ ആരാണ്? ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറിലി ആണ് കേട്ടോ, നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഓക്കെ, അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ്. ഓക്കെ, അപ്പോൾ റെസിഡൻറ്റ് നോൺ റെസിഡൻറ്റ് തന്നെ ഓർഡിനറി റെസിഡൻറ്റും നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റും കേട്ടോ. അപ്പോൾ ഇനി ഓരോന്നിൻ്റെയും കണ്ടീഷൻ നോക്കാം. നമ്മൾ പറഞ്ഞതാണ്, എങ്കിലും ഒന്നും കൂടി പ്രോബ്ലം ചെയ്യാൻ ഇന്ന് നമ്മൾ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാണ്. പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറയാണ്. ഇനി ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ്. രണ്ട് ബേസിക് കണ്ടീഷൻസ് ഉണ്ട്, അതിൽ ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. അതേപോലെ തന്നെ ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻസും, രണ്ട് അഡീഷണൽ കണ്ടീഷൻസും എന്ത് ചെയ്തിരിക്കണം? സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ഒരാൾ ഓർഡിനറി റെസിഡൻ്റ് ആവണമെങ്കിൽ എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻസ് ആൻഡ് ബോത്ത് ദ അഡീഷണൽ കണ്ടീഷൻസ്. ഓക്കെ, ഇനി നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിൽ അതേപോലെ തന്നെ എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ പ്ലസ് എന്നല്ല, എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ ഡസ് നോട്ട് സാറ്റിസ്ഫൈ അഡീഷണൽ കണ്ടീഷൻ. അഡീഷണൽ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി. അപ്പോൾ നോക്കി നോക്കൂ, ഒരാൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ, ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ ഒന്നില്ലെങ്കിൽ എന്തായിരിക്കും? ഓർഡിനറി റെസിഡൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആയിരിക്കും. അപ്പോൾ റെസിഡൻ്റ് ആവാനുള്ള ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ. അത് രണ്ടിലും അങ്ങനെ തന്നെ. ഇനി അയാൾ ഓർഡിനറി റെസിഡൻ്റ് ആണോ നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണോ എന്ന് എങ്ങനെയാണ് നോക്കുക? ബേസിക് കണ്ടീഷൻ അല്ല, അഡീഷണൽ കണ്ടീഷന് നോക്കിയിട്ടാണ്. അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്യണം ഓർഡിനറിലി റെസിഡൻറ്റിന്. എന്നാൽ അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട എന്തിനാണെങ്കിൽ? നോട്ട് ഓർഡിനറിലി റെസിഡൻ്റ് ആണെങ്കിൽ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പ്രോബ്ലം ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യും? അയാളുടെ പ്രീവിയസ് ഇയറിൽ അയാൾ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നോക്കും. എന്നിട്ട് ഏതെങ്കിലും ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് ഉറപ്പിച്ചു അത് റെസിഡൻ്റ് ആണ്. ഓക്കെ, ഇനി അതിൽ ഏത് റെസിഡൻ്റ് ആണെന്ന് നോക്കാൻ അഡീഷണൽ കണ്ടീഷൻ നോക്കണം. അഡീഷണൽ കണ്ടീഷൻ രണ്ടും സാറ്റിസ്ഫൈ ചെയ്താലാണ് ഓർഡിനറിലി റെസിഡൻറ്റ്. എന്നാൽ ഒന്നും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിൽ അയാൾ ആരാണ്? നോട്ട് ഓർഡിനറിലി റെസിഡൻറ്റ്. ഇനി ഒന്നുമില്ല, നൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻ എന്തോ ആവട്ടെ, അത് നമ്മൾക്ക് മൈൻഡേ ചെയ്യണ്ട. ബേസിക് കണ്ടീഷനിൽ രണ്ടും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാൾ ആരാണ്? നോൺ റെസിഡൻ്റ് ആണ്. ഓക്കെ, ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം കേൾക്കുക, ഇതെന്നും പറയുന്നതാണ്. എങ്കിലും ഇനി ഇന്നലത്തെ ക്ലാസ്സിൻ്റെത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇനി ഇല്ലെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊക്കെ എക്സാമിന് പഠിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് എഴുതിയിരിക്കുന്നു. ഇതിങ്ങനെയല്ല, പരീക്ഷയ്ക്ക് ബേസിക് കണ്ടീഷൻ എന്താണ്, അഡീഷണൽ കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ സെൻറ്റൻസ് ആയിട്ട് തന്നെ എഴുതണം. ഞാനിത് എക്സാമിനേഷന് പ്രോബ്ലം ചെയ്യാനുള്ള പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്, നമ്മൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബേസിക് കണ്ടീഷൻ 1/182/PY എന്നാണ് നമ്മൾ ഒരു കോഡ് പോലെ പഠിക്കുക. പ്രീവിയസ് ഇയറിൽ അയാൾ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. ഓക്കെ, പ്രീവിയസ് ഇയറിൽ അയാൾ 182. അപ്പോൾ സെൻറ്റൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി ഉപയോഗിക്കണം. പ്രോബ്ലം ചെയ്യാൻ ഇത് ഓർത്തിരുന്നാൽ മതി. രണ്ടാമത്തതോ, രണ്ട് കാര്യങ്ങളാണ്. അറ്റ്ലീസ്റ്റ് 365/4 + 60 by പ്രീവിയസ് ഇയർ. അതായത്
അയാൾ പ്രീവിയസ് ഇയറിൽ 60 ദിവസമെങ്കിലും, അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നേ അതാണ് പ്രസീഡിങ് പ്രീവിയസ് ഇയർ എന്നാണ് ഞാൻ PY എന്ന് എഴുതിയിട്ടുള്ളത്. പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നേയുള്ള 4 വർഷങ്ങളിൽ 365 ദിവസവും അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതാണ് 2 ബേസിക് കണ്ടീഷൻ. സെന്റൻസ് ഇന്നലെ പറഞ്ഞത് അതൊക്കെ എടുത്ത് ഒന്നും കൂടി വായിച്ചു നോക്കുക. ഇത് പ്രോബ്ലം ചെയ്യാനുള്ള ഒരു എളുപ്പമാർഗമാണ്. പ്രീവിയസ് ഇയറിൽ അയാൾ 182, അയാളോ അവൻ അവളോ ആരോ ആവട്ടെ, 182 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയറിന്റെ പ്രസീഡിങ് തൊട്ട് മുന്നേയുള്ള 4 ഇയറിൽ 365 ദിവസം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അതാണ് ബേസിക് കണ്ടീഷൻ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് അഡീഷണൽ കണ്ടീഷൻസ് ആണ്. അഡീഷണൽ കണ്ടീഷൻ എന്തായിരുന്നു? ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് അഡീഷണൽ കണ്ടീഷൻ, ഹി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 2/10 പ്രീവിയസ് ഇയർ, പ്രസീഡിങ് പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നേയുള്ള 10 വർഷത്തിൽ 2 വർഷം അയാൾ ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. ഓർത്തിരിക്കണം കേട്ടോ. ഇന്നലെ പറയുമ്പോൾ ഇത് ഞാൻ എടുത്ത് പറഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നേയുള്ള 10 വർഷത്തിൽ 2 വർഷം അയാൾ ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. ഓക്കെ, 2 പ്രാവശ്യം കേൾക്കുക. അടുത്തത് പ്രീവിയസ് ഇയറിന്റെ പ്രസീഡിങ് കണ്ട തൊട്ട് മുന്നേയുള്ള 7 വർഷങ്ങളിൽ അയാൾ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഇതാണ് അഡീഷണൽ കണ്ടീഷൻ. ഓക്കെ, ബേസിക് വീണ്ടും പറയുകയാണെങ്കിൽ ഇത് അടിച്ച് പറയണത് എന്താണെന്ന് വെച്ചാൽ പ്രോബ്ലം ചെയ്യാൻ മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും തെറ്റിക്കും ചെയ്യും, തെറ്റരുത്. ബേസിക് കണ്ടീഷൻ, പ്രീവിയസ് ഇയർ അയാൾ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ, പ്രീവിയസ് ഇയറിൽ 60 ദിവസവും പ്രീവിയസ് ഇയറിന്റെ പ്രസീഡിങ് ഇയർ 4 ഇയേഴ്സിൽ പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നേയുള്ള 4 വർഷത്തിൽ 365 ദിവസം ഉണ്ടായിരിക്കണം. അഡീഷണൽ കണ്ടീഷൻ, പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നേയുള്ള 10 വർഷത്തിൽ 2 വർഷം അയാൾ ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. അടുത്തത് പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നേയുള്ള 7 വർഷം അയാൾ 730 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു പ്രോബ്ലം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. സമയമില്ലാത്ത കാരണം പ്രോബ്ലത്തിന് ഇനി ഒരുപാട് ചെയ്ത് നോക്കാൻ വന്ന് ബഫറിങ് ആവണ്ടെന്ന് വിചാരിച്ചിട്ട് MB കൂടണ്ടെന്ന് വെച്ചിട്ട് പ്രോബ്ലത്തിന് സൊല്യൂഷനും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ക്വസ്റ്റ്യൻ നന്നായിട്ട് ശ്രദ്ധിക്കുക. വളരെ സിമ്പിളാണ്, എല്ലാ കുട്ടികൾക്കും കൃത്യമായിട്ട് എഴുതാം. പക്ഷെ ജസ്റ്റ് കൺഫ്യൂഷനിൽ തെറ്റിക്കും. ക്വസ്റ്റ്യൻ നോക്കാം. മിസ്റ്റർ ടോം ലെഫ്റ്റ് ഫോർ കാനഡ ഓൺ 15th May 2017. 2017 മെയ് 15 മിസ്റ്റർ ടോം കാനഡയിലേക്ക് പോയി. ആഫ്റ്റർ സ്റ്റേയിങ് ഇൻ ഇന്ത്യ ഫോർ 10 years. ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുക്കുക, ആൻസറും നിങ്ങൾ എഴുതിയെടുക്കുക. ഓക്കെ, ഇന്ത്യയിൽ 10 വർഷം താമസിച്ചതിന് ശേഷം 2017 മെയ് 15 മിസ്റ്റർ ടോം കാനഡയിലേക്ക് പോയി. ഓക്കെ, പോയത് നമുക്ക് മനസ്സിലായി. 10 വർഷം ഇന്ത്യയിൽ താമസിച്ചിട്ട് 2017 കേട്ടോ പോയിട്ടുള്ളത്. ദെൻ ഹി കെയിം ബാക്ക് ഓൺ 1st September 2019. 2019 സെപ്റ്റംബർ 1 അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, അപ്പൊ തിരിച്ചു വന്ന ഡേറ്റ് വളരെ പ്രധാനപ്പെട്ട ഡേറ്റ് ആണ്. ആ ഡേറ്റ് പ്രീവിയസ് ഇയർ ആണോ എന്നാണ് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇനി ഡിറ്റർമിൻ ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഫോർ ദ അസസ്മെന്റ് ഇയർ 2020-21. നമ്മുടെ ഇപ്പോഴത്തെ അസസ്മെന്റ് ഇയർ ആണ്. അസസ്മെന്റ് ഇയർ 2020-21 അദ്ദേഹത്തിന്റെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഡിറ്റർമിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് ഇയർ എന്താണ്, അസസ്മെന്റ് ഇയർ എന്താണെന്ന് എഴുതാൻ വേണ്ടത്. പ്രീവിയസ് ഇയർ 2019 2020 ആണല്ലോ. ഓക്കെ ആണല്ലോ, അതൊക്കെ 1st April 31st March. ഓക്കെ, അസസ്മെന്റ് ഇയർ ഇവിടെ തന്നിട്ടുണ്ട് എങ്കിലും അസസ്മെന്റ് ഇയർ 2020-21 അതും ക്ലിയർ ആണല്ലോ.
ഇനി നമ്മൾ നോക്കേണ്ടത് പ്രീവിയസ് ഇയറിൽ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ആദ്യം നോക്കേണ്ടത്. എന്നാണ് തിരിച്ചു വന്നത്? 2017 മെയ് 15 പോയതാണ്. അപ്പോൾ പ്രീവിയസ് ഇയറിലല്ല പോയിട്ടുള്ളത്. പക്ഷെ തിരിച്ചു വന്നത് 1 സെപ്റ്റംബർ 2019 ആണ്. പ്രീവിയസ് ഇയറിലാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ പ്രീവിയസ് ഇയറിൽ അയാൾ എത്ര ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു എന്ന് നോക്കാം. നോക്കൂ, പ്രീവിയസ് ഇയറിൽ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ പ്രീവിയസ് ഇയറിൽ നോക്കൂ. സെപ്റ്റംബറിൽ വന്നു, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. സെപ്റ്റംബർ 1 അല്ലേ വന്നത്. ഇനി പോയിന്റ് ടു ബി നോട്ടഡ് എവിടെയെങ്കിലും എഴുതി വെച്ചോ. പോയ ദിവസവും വന്ന ദിവസവും ഓരോരോ ദിവസങ്ങളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. പോയ ദിവസവും വന്ന ദിവസവും ഓരോരോ ദിവസങ്ങളായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സെപ്റ്റംബർ 1 തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ സെപ്റ്റംബറിൽ 30 ദിവസം. ഒരു ധാരണ വേണം കേട്ടോ, ഓരോ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ടെന്ന്. അതൊന്നില്ലാത്തവർക്ക് തെറ്റിപ്പോകുന്നുള്ള കാര്യം 150% ഉറപ്പാണ്. ഒക്ടോബറിൽ 31 ദിവസം, നവംബറിൽ 30 ദിവസം, ഡിസംബറിൽ 31 ദിവസം, ജനുവരിയിൽ 31 ദെൻ ഫെബ്രുവരി സാധാരണ 28 ആണ്. പക്ഷേ 2020 ആണ്. 2020 ലീപ്പ് ഇയർ ആണ്. അതുകൊണ്ട് 29 ദിവസം ഉണ്ട്. പല കുട്ടികളും തെറ്റിക്കും ഇപ്രാവശ്യത്തെ പ്രീവിയസ് ഇയറിന്റെ സംഭവം. ഇപ്രാവശ്യത്തെ പ്രീവിയസ് ഇയർ എന്ന് വെച്ചാൽ ലീപ്പ് ഇയർ ആണ്. 29 ഉണ്ട്, ഓർത്ത് വെക്കുക. ദെൻ മാർച്ച് 31. ഈ ദിവസങ്ങളൊക്കെ കൂടി കൂട്ടാൽ 213 ഡേയ്സ് ഉണ്ട്. അപ്പോൾ ഹി സ്റ്റേഡ് ഇൻ ഇന്ത്യ 213 ഡേയ്സ് ഇൻ പ്രീവിയസ് ഇയർ. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, ഒരു ബേസിക് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട് അല്ലേ. അതൊക്കെ പോട്ടെ. ഇനി നമ്മൾ ഇതിന്റെ ബേസിസിൽ ബേസിക് കണ്ടീഷൻ, അഡീഷണൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. 213 ഡേയ്സ് ആട്ടോ. 213 ഡേയ്സ് ആണ്. 213 ബേസിക് കണ്ടീഷൻ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ടോ? 182 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ ഇയാൾ സാറ്റിസ്ഫൈ ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ ഉറപ്പാണ് അദ്ദേഹം ഒരു റെസിഡന്റ് ആണ്. ഉറപ്പല്ലേ? ഇനി അത് ഓർഡിനറി റെസിഡന്റ് ആണോ നോട്ട് ഓർഡിനറി റെസിഡന്റ് ആണോ എന്ന് മാത്രം നോക്കിയാൽ മതി അല്ലേ. ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. 182 ഡേയ്സിന് 213 ഡേയ്സ് ഉണ്ടായിരുന്നു. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ നോക്കണോ? ബേസിക് കണ്ടീഷൻ രണ്ടാമത്തെ നോക്കേണ്ട ആവശ്യമില്ല. കാരണം റെസിഡന്റിന് ബേസിക് കണ്ടീഷനാണ് രണ്ടിലും. ഒരു ഓർഡിനറി റെസിഡന്റ് ആണെങ്കിലും നോട്ട് ഓർഡിനറിലി റെസിഡന്റ് ആണെങ്കിലും എനി വൺ ഓഫ് ദ ബേസിക് കണ്ടീഷൻ മതി. അപ്പോൾ അത് ഓക്കെയായി. ഇനി അഡീഷണൽ കണ്ടീഷൻ രണ്ടും ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. അഡീഷണൽ കണ്ടീഷൻ എങ്ങനെ നോക്കാം? അദ്ദേഹം പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നേയുള്ള 10 വർഷത്തിൽ 2 വർഷം ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. അപ്പോൾ ഒന്ന് വേഗം നമുക്കൊന്ന് നോക്കി നോക്കാം അല്ലേ. വേഗം അവിടെ പ്രീവിയസ് ഇയർ അത് നോക്കാൻ നമുക്ക് നോക്കണം കേട്ടോ. അത് നമുക്ക് നോക്കാൻ പഠിക്കണം. പ്രീവിയസ് ഇയർ ഏതാണ്? പ്രീവിയസ് ഇയർ 2019-20. ഓക്കെ, 2019-20 ആണ്. അതിന്റെ തൊട്ട് മുന്നേയുള്ള 10 വർഷങ്ങളിൽ 2 വർഷം ഉണ്ടായിരിക്കണം. അതിന്റെ തൊട്ട് മുന്നേയുള്ള 2 വർഷം എന്ന് പറയുമ്പോൾ 18, 17, 16, 15, 14, 13, 12, പിന്നെ 11, 10, 9. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 വർഷങ്ങളിൽ 10 വർഷങ്ങളാണ്. ഈ 10 വർഷങ്ങളിൽ 2 വർഷം ഉണ്ടാവണം. അതാണ് ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. അയാൾ എന്നാ പോയത് നോക്കുക. 2017 പോയത്. 10 വർഷം ഇന്ത്യയിൽ താമസിച്ചിട്ട് 2017. അതിന്റെ മുന്നേ ഉള്ള ഇത്രയും വർഷങ്ങൾ 8 വർഷം അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ 2 വർഷം നോക്കിയാൽ മതി. അപ്പൊ സെക്കൻഡ് ബേസിക് അഡീഷണൽ കണ്ടീഷൻ ഫസ്റ്റ് സാറ്റിസ്ഫൈഡ് ആയി. ഇനി സെക്കൻഡ് എന്തായിരുന്നു? അദ്ദേഹം പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നേയുള്ള 7 വർഷത്തിൽ 730 ദിവസം ഉണ്ടാവണം. പറയേണ്ട ആവശ്യമില്ലല്ലോ. പ്രീവിയസ് ഇയറിന്റെ തൊട്ട് മുന്നുള്ള 7, 1, 2, 3, 4, 5, 6, 7. ഈ 7ൽ 730, അതായത് ഒരു 2 വർഷത്തിൽ കൂടുതൽ ഉണ്ടായാൽ മതി. 2 വർഷത്തല്ല, അതിനേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അപ്പൊ സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനും നമ്മൾ എന്ത് ചെയ്തു? സാറ്റിസ്ഫൈ ചെയ്തു. ഓക്കെ, സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
അഥവാ 213 ദിവസമാണ് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബേസിക് കണ്ടീഷൻ ഫസ്റ്റ് സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ തന്നെ 2017 അദ്ദേഹം പോയത്. അപ്പോൾ പ്രീവിയസ് ഇയറിൻ്റെ തൊട്ട് മുന്നേ ഉള്ള 10 വർഷത്തിൽ 2 വർഷം അയാൾ ഇന്ത്യൻ റെസിഡൻറ്റ് തന്നെയായിരുന്നു, ഒരു ഡൗട്ടും ഇല്ല. അപ്പോൾ അഡീഷണൽ കണ്ടീഷൻ 1 ഓക്കെ. അടുത്ത 7 വർഷത്തിൽ 730 ദിവസം ഉണ്ടാവണം. 2007 ഇയാൾ പോയിട്ടുള്ളൂ. അതുകൊണ്ട് സെക്കൻഡ് അഡീഷണൽ കണ്ടീഷനും ഓക്കെ. സോ ഹീ ഈസ് എ റെസിഡൻറ്റ്, ഓർഡിനറിലി റെസിഡൻറ്റ്, അങ്ങനെ തന്നെ എഴുതണം. അപ്പോൾ ഇയാളുടെ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മിസ്റ്റർ ടോം ഈസ് എ റെസിഡൻറ്റ്, ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതാം. എന്താണ്? ഓർഡിനറിലി റെസിഡൻറ്റ്. ഓർഡിനറി റെസിഡൻ്റ് ആണ് കേട്ടോ, ഓർഡിനറി റെസിഡൻറ്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. 2 പ്രാവശ്യം 3 പ്രാവശ്യം നിങ്ങൾ ഇതൊന്ന് കാണുക, എന്നിട്ട് നമുക്ക് ഇനിയും പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. ഡൗട്ട് ഉണ്ടെങ്കിൽ ദയവേത് ചോദിക്കണേ പ്ലീസ്.